ഒരു കാര്യം വ്യക്തമാണ്, തിരക്കഥാരചനയിൽ അന്തിമമായി ഒരു രചനാ മാതൃകയില്ല. ആത്യന്തികമായി കഥ പറച്ചിൽ തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഓരോരുത്തർ ഓരോ വഴി പിന്തുടരുന്നു എന്ന് മാത്രം. 8 വർഷത്തിനുള്ളിൽ 6 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 6 സിനിമകളിൽ ഒരു അവസാന സിനിമകളിലേക്കൊക്കെ എത്തുമ്പോൾ ആദ്യത്തെ സിനിമ എഴുതുമ്പോഴുള്ളതിൽ നിന്ന് എന്ത് തിരിച്ചറിവാണുള്ളത് എഴുത്തിൻ്റെ കാര്യത്തിൽ? എഴുത്തിൻ്റെ കാര്യത്തിലുള്ള തിരിച്ചറിവ് പലപ്പോഴും ഇപ്പോഴും ഞാൻ എഴുതുന്ന സമയത്തെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുവാക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ അനുഭവിപ്പിക്കുന്ന രീതിയിൽ റിയലിസ്റ്റിക്കായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളൊരു അന്വേഷണം എനിക്ക് തോന്നുന്നു എൽസമ്മ എന്ന് പറഞ്ഞ തിരക്കഥയിൽ പോലും കൂടുതൽ ശ്രദ്ധിച്ചു. അപ്പോൾ പട്ടണസുന്ദരൻ എന്ന് പറഞ്ഞ് എഴുതുന്ന സിനിമയിൽ അന്ന് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് ഗ്രാജുവലി കുറച്ചുകൂടെ ബെറ്ററായിട്ട് എൽസമ്മയിൽ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു 3 പെൺകുട്ടികളുള്ള വീട്, ഒരു അമ്മ, അവർ കോഴിയൊക്കെ വളർത്തി അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ. അപ്പോൾ ഇത് സീനുകൾ എഴുതുന്ന സമയത്ത് ഇത് നമ്മൾ കാണുന്ന ഒരു മലയാളിക്ക് തങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടം ഫീൽ ചെയ്യുന്ന രീതിയിൽ സീനുകൾ എങ്ങനെ അനുഭവിപ്പിക്കാം എന്നുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോഴും എഴുത്തിൽ ഞാൻ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫിർ കബി എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ അവസ്ഥ എന്താണ്? അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അതിലേക്ക് വന്നത്? അതിലേക്ക് വന്നതിൻ്റെ ഒരു സംബന്ധം മലയാളത്തിൽ എഴുതിയ തിരക്കഥയാണ്. മലയാളത്തിൽ എഴുതിയ തിരക്കഥയായിരുന്നു മലയാളത്തിൽ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു മാഗസിനിൽ അതുപോലെ അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നോവലേറ്റ് എഴുതുകയും, അപ്പോൾ അതൊരു മലയാളത്തിലൊരു സംവിധായകനോട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അതിൽ ഭയങ്കര ഇമ്പ്രസീവ് ആവുകയും, അപ്പോൾ അങ്ങനെ അത് തിരക്കഥ എഴുതാൻ തീരുമാനിക്കുകയും, അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അതൊരു ഒറ്റപ്പാലത്ത് അല്ലെങ്കിൽ ലക്കിടി, ഷൊർണൂർ ഏരിയയിലൊക്കെ നടക്കാവുന്ന ഒരു കഥ പശ്ചാത്തലം. പക്ഷെ അത് ഞാൻ അനുഭവിക്കുന്നതോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിഷയമൊന്നും ആയിരുന്നില്ല. അതൊരു വാർദ്ധക്യകാല പ്രണയമാണ് അതിലൂടെ പറയുന്നത്. പിന്നെ ആ പ്രണയത്തിൻ്റെ പിന്നിലുള്ള ഒരു കുട്ടിക്കാലം അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അതൊരു പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ എഴുതി തീർന്നൊരു തിരക്കഥ. അത് ഒരുപാട് ലിറ്റററി സ്വഭാവമുള്ള ഒരു എഴുത്തായിരുന്നു. നമ്മളിൽ എവിടെയൊക്കെ ഉള്ളൊരു സാഹിത്യത്തിനെ അങ്ങനെ കൂടുതൽ പ്രകടമായിട്ട് എഴുത്തിൽ ഉപയോഗിക്കുകയും, കാരണം അങ്ങനെ ആ പ്രണയവും ആ പറയുന്ന കഥയും പശ്ചാത്തലവും അത്തരം രീതിയിലുള്ളൊരു എഴുത്തായിരുന്നു. അപ്പോൾ അത് മലയാളത്തിൽ എഴുതുകയും അത് നടക്കാതിരിക്കുകയും, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വി കെ പ്രകാശ് മലയാളത്തിലൊരു സിനിമ ചെയ്യാനായിട്ട് കഥ കേൾക്കാൻ വിളിക്കുമ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു ലിറ്ററേച്ചർ സ്വഭാവമുള്ള ഒരു കഥ ഇത് പറയാൻ ഭയങ്കര രസമാണ്, അതിൻ്റെ ഒരു പറച്ചിലും കഥ പറച്ചിലും കാര്യങ്ങളും സംഭവങ്ങളിലും. അപ്പോൾ അത് കേട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും, അങ്ങനെ പുള്ളി ഈ തിരക്കഥ വാങ്ങിക്കുകയും ഇതിൻ്റെ സിനോപ്സിസ് ഉണ്ടാക്കി ബോംബെയിൽ കൾച്ചറൽ കമ്പനി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസിന് സബ്മിറ്റ് ചെയ്യുകയും, അപ്പോൾ ഈ കഥയിൽ അവർ ഇമ്പ്രസീവ് ആവുകയും അങ്ങനെ അവർ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും, അങ്ങനെ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അത് പിന്നെ ഹിന്ദിയിൽ ഒരു ബംഗാളിയായിട്ടുള്ള ആളാണ് അതിന് ഡയലോഗ് എഴുതിയത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ എല്ലാം കൊടുത്തു, അവിടുത്തെ കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജിലേക്ക് അയാളത് കൺവെർട്ട് ചെയ്തിട്ട് അയാളതായിട്ടുള്ള ഭാഷയിൽ എഴുതി. ലക്ഷ്മി, തിരക്കഥ രചനയുടെ വേളയിൽ ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ള, ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഏറ്റവും ടെൻഷൻ അടിച്ചിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്? ഏത് ഘട്ടത്തിലാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ? അല്ല, എഴുത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ കഥാപാത്രങ്ങൾ വളരുമ്പോഴത്തേക്ക് എഴുതുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് കഥാപാത്രങ്ങൾ നമ്മളറിയാതെ കയറി വളരുകയും, അപ്പോൾ ഒരു ഹ്യൂമർ സീനൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്നുണ്ടാകുന്ന ചില കുസൃതികൾ കഥാപാത്രങ്ങൾ കാണിക്കുകയും അത് എഴുതുകയും ചെയ്യുന്നൊരു സമയത്ത് അത് നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളറിയാതെ ചിരിച്ചു പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഇമോഷൻ സീന് എടുക്കുന്നൊരു സമയത്ത്, ഇപ്പോൾ പുതിയ മുഖം എന്ന് പറയുന്നൊരു സിനിമയിൽ പിന്നെ രാജുവിൻ്റെ കഥാപാത്രം കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ മീരയുടെ ക്യാരക്ടറുമായിട്ട് പിരിയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് എടുക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഒരു സിനിമയിൽ കാമുകയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കഥയിൽ നിന്ന് ഇറക്കി വിടുകയാണ്, ഒഴിവാക്കുകയാണ്, വേറൊരു പാരലായിട്ടൊരു പെൺകുട്ടി നിൽപ്പുണ്ട്. അപ്പോൾ ഓഡിയൻസ് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ മൊമെൻറ്റിൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റി എഴുതിയ സീനാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു ഇതിങ്ങനെയല്ല, അതങ്ങനെ തുടങ്ങാൻ പാടില്ല, ഇതിങ്ങനെ തുടങ്ങാവൂ, ഇതിങ്ങനെ കൂടുതൽ സംസാരിപ്പിക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തോന്നുകയും ആ സീൻ പെട്ടെന്ന് മാറ്റി എഴുതുകയും അത് പെട്ടെന്ന് നമ്മൾ എഴുതിയ ആ സമയത്ത് ഷോട്ടിൻ്റെ സമയത്ത് എടുക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനുകളിൽ ഒന്നാണ്.